യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന വേദഭാഗം വായിക്കാം. ദാനിയേൽ 6:21-22. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കാൻ വിഭജിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനായിട്ട് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവ് തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഉച്ചകഴിഞ്ഞ സമയം പതിപോലെ ദൈവം ഞങ്ങൾ തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രത്തോളം ആരോഗ്യപൂരം തന്നുവല്ലോ കർത്താവേ. അതിന് ദൈവം ഞങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ വരവിൻ്റെ സമീപമായിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് തീഷ്ണതയോടുകൂടി ആദ്യ കർത്താവേ സ്തോത്രം ഞങ്ങളുടെ ജീവിതം കാഴ്ചവെക്കുവാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആദ്യ കർത്താവ് ഞങ്ങൾ ധ്യാനിക്കട്ടെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിന് ഞങ്ങളെ ലീഡ് ചെയ്യുന്ന അന്നമസോരി, തിരുവനം വായിക്കുന്ന അമ്മണിക്കുട്ടി, ആ പ്രിയ മക്കൾക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയ മക്കൾക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ 6-ാം അധ്യായം എത്രാം വായിച്ചത്? 21-22. ഓക്കെ. 21-22. ഓക്കെ. താങ്ക് യു. സ്തോത്രം. അതെ, അതെ ഈ ആത്മീയമായ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സ്തോത്രം. ദൈവവചനത്തിനെ അതായത് മറ്റാർക്കും സഹായിപ്പാൻ കഴിയാത്ത പരീക്ഷകൾ നാം ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതായത് നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകനോ അല്ലെങ്കിൽ സ്നേഹിതന്മാർക്കോ ഒന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ട് വന്നേക്കാം. ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിലായിരുന്നപ്പം അവൻ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവനെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. അതെ ദൈവമക്കളെ, സ്തോത്രം. എല്ലാവരും കൈവിടുന്നത് മനഃപൂർവ്വം കൈവിടണമെന്നല്ല, സാഹചര്യത്തിൻ്റെ സാന്നിധ്യത്തിൽ സാഹചര്യങ്ങളിൽ നാം ചിലപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എത്തിപ്പെടാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെയെല്ലാം നമുക്ക് സഹായം ആയിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്, യഹോവ ദൈവമാണ്. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അപകട മേഖലകളിൽ കടന്നു പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മരണം മുമ്പിൽ കണ്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കാം. ഉണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാടെന്ന് പറയാൻ എടുത്തു പറയത്തക്ക പല 5-6 സംഭവങ്ങളുണ്ട്. പിന്നെ മരണം മുന്നിൽ കണ്ടത് മരണം മുന്നിൽ കണ്ടത് അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് അതുപോലെ കാണുമല്ലോ. അപ്പോൾ ഞാനിത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മുടെ പഠനം ശരിയാകത്തില്ലല്ലോ. ഓരോരോ സന്ദർഭങ്ങളിലും ദൈവം വിടുവിച്ച് മരണത്തിന് താഴ്വരയിൽ കൂടി കടന്നു പോയപ്പോൾ വിടുവിച്ചിട്ടുള്ളത് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളാണ് ഈ സൺഡേ മോർണിംഗിൽ നമുക്ക് സാക്ഷ്യത്തിന് നമ്മൾ സമയം കൊടുക്കും. അതായത് അമ്മയെക്കുട്ടി ഒന്ന് അല്പമായി പറഞ്ഞിട്ട് പോകും. അങ്ങനെയുള്ള അവസരമുണ്ട്. പക്ഷേ അത് എത്ര പേര് വിനിയോഗിക്കുന്നു എന്നുള്ള എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും ആളിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ മധ്യത്തിൽ സ്തോത്രം കുറഞ്ഞു എന്നുള്ളതാണ് വേറൊരു കാര്യം. പോട്ടെ, സ്തോത്രം. അപ്പം ഞാനങ്ങനെ ഓർക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം ഓർത്തു. എന്താണറിയും കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാനങ്ങ് തുറന്ന് പറയുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നു. എനിക്ക് ഗ്യാപ്പ് വരുന്നത് ഇഷ്ടമല്ല. ഓക്കെ. ഏതായാലും ന്യൂജേഴ്സിയിലെ കുഞ്ഞുമോൾ സഹോദരി വന്ന് ഇടയ്ക്ക് പാടിയത് കൊണ്ട് അതങ്ങ് കവർ ചെയ്തു. അപ്പോൾ അങ്ങനെ വേണം. അല്ലെങ്കിൽ വേറെ കാര്യമുണ്ട്. ഇപ്പം എനിക്ക് ദൈവകൃപയാൽ സോഫാർ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വചനം പറയുന്നു.
അറ്റ് ദ സെയിം ടൈം എനിക്ക് പാടാനും ദൈവം, ഞാൻ പാട്ടുകാരനൊന്നുമല്ല, ഞാൻ പറഞ്ഞത് പാടാനും അല്പം കൃപ എനിക്ക് തന്നിട്ടുണ്ട്, ഉണ്ട്. അതായത് ഇനി ആരും പാടാനില്ലെങ്കിലും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാൽ പാട്ടുപാടി അതിനെ കവർ ചെയ്യാൻ എന്നെ പറ്റും. അതിനുള്ള എനിക്ക് സാധിച്ചു. ഇതുവരെ ഇത് നാളത്തെ എനിക്കറിയത്തില്ല. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എന്നെ മണിസ്വാമി, അദ്ദേഹം എറണാകുളത്ത് ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു സംസാരിക്കാൻ. ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇന്നും എല്ലാ ദിവസവും എന്നെ വിളിക്കുന്ന ഒരാളെ ഇന്നലെയും വിളിച്ച് സംസാരിച്ചു. പിന്നെ സ്ട്രോക്ക് വന്നതിന് ശേഷം പുള്ളിക്ക് സംസാരിക്കാൻ വയ്യാതെ പോയി, മനസ്സിലാക്കണം, സംസാരിക്കാൻ വയ്യ. അപ്പം ഒരു 5-6 ദിവസം പുള്ളിക്ക് എന്നോട് പറഞ്ഞു സംസാരിക്കാൻ ഒക്കത്തില്ല. കൊച്ചുമോനെ എന്നോട് സംസാരിച്ചത്, ഗ്രാൻഡ് സൺ. അപ്പോൾ ഇന്നലെ പുള്ളി എന്നെ വിളിച്ചു. എന്നോട് ഇപ്പം എങ്ങനെ ഇരിക്കുന്ന സംഭവം? ഞാൻ പറഞ്ഞൊരു 75% ഓക്കെ എന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവമക്കളെ, നാളെ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോയാൽ എന്ത് ചെയ്യും? എന്തോ ചെയ്യും. കളിതമാശയൊന്നും അല്ല ദൈവമക്കളെ. കിട്ടുന്ന അവസരം ദൈവത്തിന് വേണ്ടി നമ്മൾ പാടാനും സ്തോത്രം പറയാനും നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പുള്ളി സംസാരിക്കാൻ വയ്യ, കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നെനിക്കിപ്പോൾ ഒരു പാട്ട് പാടാൻ പറ്റി, നാളെ എനിക്കറിയത്തില്ല, പറ്റത്തില്ല. അപ്പം ഗ്യാപ്പ് വന്നാൽ അമ്മണിക്കുട്ടി ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരും ആമേൻ പറഞ്ഞില്ല. എനിക്കത് ഫീൽ ചെയ്തു. ഐ ഫെൽറ്റ് ഇറ്റ് നൗ സോ ബാഡ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരാളും ഒരു ആമേൻ പറഞ്ഞില്ല. ശരി, അതാണ് അതെന്നെ പ്രയാസപ്പെടുത്തി. That's wrong, including Annamma Sahari. That's your responsibility. എന്നെ സംബന്ധിച്ച് അങ്ങനെ ചില നിർബന്ധമൊക്കെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രം പറയുക, അതിന് ആമേൻ പറയുക എന്നൊക്കെ ഉള്ളത് ഒരു സാധാരണ കാര്യങ്ങളാണ്. എല്ലാവരും മൗനമായിട്ടിരിക്കുക, എല്ലാവരും. Really felt it bad, really. അതുകൊണ്ടൊക്കെ ആയിരിക്കണോ മനസ്സിലായി. സ്വതന്ത്രം ദൈവസന്നിധിയിൽ ദൈവമക്കൾ ആർക്കുകയും പാടുകയും ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാക്കണം. സ്വതന്ത്രം ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കണം. സ്വതന്ത്രം മഹത്വം കൊടുക്കണം. സ്വതന്ത്രം അത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അതായത് എനിക്ക് പാടാനും അല്പമായിട്ട് പാടാൻ എനിക്ക് ദൈവം സഹായിക്കുന്നു. അത് ഞാൻ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. കാര്യം ഞാൻ കൺവെൻഷനിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെ. എല്ലാ കൺവെൻഷനിൽ, ചിക്കാഗോയിലെ കൺവെൻഷനിലൊക്കെ ചാവർ ഉപയോഗിച്ച് ഞാൻ പാടുന്ന ആൾ തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട്, അറിയോ? എൻ്റെ കൈ മുറിഞ്ഞിട്ട് രക്തം വാർന്നൊഴുകിയിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല. കാര്യം ആത്മാവിൻ്റെ ശക്തിയുടെ പ്രവാഹത്തിൽ ആ മുറിവൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കൺവെൻഷൻ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല. ഇതൊന്നും തമാശ പറഞ്ഞ് എന്നെ പൊക്കിപ്പറയുന്നതല്ല, പൊക്കിപ്പറയല്ല അല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പം അച്ഛന്മാർ വിദ്യാർത്ഥികളെ, പാട്ടുപാടുന്ന വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തപ്പം അവരെന്നെയും കൂടി സെലക്ട് ചെയ്തത്. അന്ന് ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അവിടെ ആലപ്പുഴ സെമിനാരിയിൽ അച്ഛന്മാർ താമസിക്കുന്ന ഒരു റൂമിൽ ഞങ്ങളെ 5-8 പേര് കൊണ്ടുപോയി. എൻ്റെ 7-8 വയസ്സ് പ്രായമുള്ളപ്പോൾ ആലപ്പുഴ ലിയോ 13 ഹൈസ്കൂൾ ആ സെമിനാരിക്കകത്ത് എന്നെക്കുറിച്ച് സെലക്ട് ചെയ്താൽ പാട്ടുപാടാൻ. മനസ്സിലാക്കണം. അപ്പം അന്ന് ഇതൊന്നും എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഞാൻ പാടും. അപ്പോൾ എൻ്റെ 7-8 പ്രായമുള്ളപ്പം ഞാൻ പാടും എന്നുള്ളത് അവർക്ക് മനസ്സിലായി, എന്നെ സെലക്ട് ചെയ്തു. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആലപ്പുഴ പോകുമ്പം ആ റൂമൊന്ന് പിന്നെ പോയി കയറി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴും. കാര്യം ഞാൻ 7-8 വയസ്സ് പ്രായമുള്ളപ്പം ആ മുറിക്കകത്ത് അച്ഛന്മാർ താമസിക്കുന്ന സെമിനാരിക്കകത്ത് കാത്തലിക് എൻ്റെ ഓർമ്മയിൽപ്പെട്ട കാര്യമാണ്.
അതെ, സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവ സാക്ഷിയാണ് പറഞ്ഞത്. അപ്പം ദൈവം ആ കൃപ തന്നതുകൊണ്ട് നിങ്ങളിനി ആരും നിങ്ങൾ സൺഡേ വന്ന് സാക്ഷ്യം പറയാനില്ലെങ്കിലും പ്രാർത്ഥിക്കാനില്ലെങ്കിലും ദൈവം അത് കവർ ചെയ്തോളൂ, അല്ലെ ആൾക്കാരെ കൊണ്ടുവരും. ഓർമ്മയിരിക്കണം. സ്തോത്രം. അത് ഹൃദയവേദന കൊണ്ടായി പറയുന്നത് കേട്ടോ. എനിക്കത് കാര്യം അങ്ങനെ ഗ്യാപ്പ് വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ശുശ്രൂഷയ്ക്ക് എന്താ എന്തോ എന്താ പറഞ്ഞത്? എന്താ നോക്കലുണ്ട് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. നമുക്ക് കിട്ടുന്ന ഗ്യാപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വേദനാജനകമായ കാര്യമാണ്. ഞാൻ അനുഭവം പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചിട്ട് ആരും ആമേൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഐ റിയലി ഫെൽറ്റ് ഇറ്റ് ബാഡ്. ഞാനായാലും തുറന്ന് ഞാൻ സംസാരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, സ്തോത്രം. അല്ലെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അല്ലെ ഞാൻ പറഞ്ഞല്ലോ, മറ്റാരും സഹായിപ്പാൻ ഇല്ലാതിരിക്കുമ്പോൾ ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത്. അല്ലെ, സ്തോത്രം. അതെ നാം നേരിടേണ്ടി വരുന്നത് വിമർശനമോ അംഗീകാരമോ എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് ദൈവത്തെ ഇടപെടാതെ സേവിക്കണം. അതാണ് വേണ്ടത്. നമ്മളെക്കുട്ടി 6:23 വായിക്കാം. ഡാനിയേൽ 6:23. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ആമേൻ. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുന്നു. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അല്ലേ? അപ്പം നമ്മൾ എബ്രായർ 11:33 വായിക്കുന്നത് എങ്ങനെ? എബ്രായർ 11:33. അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. ആമേൻ. വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായ അടച്ചു. അപ്പൊ സിംഹതുല്യമായ മനുഷ്യര് മുഖാന്തരം നമുക്ക് കേടും കലക്കവും ഇടർച്ചയും ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം, അല്ലേ, സ്തോത്രം, നമ്മളിൽ ചിലപ്പോൾ അവിശ്വാസത്തിൻ്റെ ആത്മാവുണ്ടെന്ന് ആണ്. ഈ സിംഹതുല്യമായ മനുഷ്യരുണ്ട്. അതായത് കലക്കവും ഇടർച്ചയും ഉണ്ടാക്കുന്നവരുണ്ട്. സഭാതലങ്ങളിലും ഉണ്ട്, എല്ലാ രംഗങ്ങളിലും, കുടുംബങ്ങളിലും ഉണ്ട്. അവിടെ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ദൈവത്തിൽ നമ്മളെ വിടുവിപ്പാൻ കഴിയും. ശത്രുക്ക് മേശുഖവേദനകവും വിശ്വസിച്ചു, അതുകൊണ്ട് എരിയുന്ന തീച്ചുളയിൽ നിന്നും അവർ യാതൊരു കേടും കൂടാതെ പുറത്തു വന്നു. അല്ലേ? അങ്ങനെയാണല്ലോ വായിക്കുന്നത്. നമ്മൾക്കറിയാവുന്ന കാര്യം വീണ്ടും വായിക്കുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് വചനം എല്ലായ്പ്പോഴും ദാനിയേൽ 3:17 വായിക്കുന്നു. 3:17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ആമേൻ. അപ്പൊ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അവരത് പറഞ്ഞ മറുപടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതായത് 28-ാം വാക്യം വായിക്കാം. 3:28. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്കൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എഴുതിയിരിക്കുന്നത് പദപ്രയോഗം. തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു കഴിയുമ്പം ആമേൻ പറയാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് ആമേൻ പറയാൻ കഴിയുന്നില്ലെങ്കിൽ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. മനസ്സിലാക്കണം. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ.
അതെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വാക്കുകൾ ഞാനുണ്ടാക്കി പറഞ്ഞല്ലോ, അല്ല. അവർ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാണ്. അത് നമ്മുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നാവ്, നമ്മുടെ കരങ്ങൾ. അതായത് കരങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കരങ്ങൾ നമ്മൾ കൈയടിച്ച് പാട്ട് പാടാൻ പറ്റിയ ആണെങ്കിൽ പറ്റുന്നത് സാധിക്കുകയും നമ്മൾ എബ്രായർ 11-33-34 വാക്യം വായിക്കാം. എബ്രായർ 11-33-34 വാക്യം. രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ആമേൻ. അവർ വിശ്വാസത്തിൽ അവർ തീയുടെ ബലം കെടുത്തു. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ശത്രുവിൻ്റെ തലയെ തകർക്കണം. വിശ്വാസത്തിൽ നമുക്കെതിരായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ്റെ അല്ലേ പൊരികളെ നാം തകർക്കണം. ഹല്ലേലൂയ. നമ്മൾ എഫേസ്യർ 6:14 വായിക്കുന്നത്. എഫേസ്യർ 6:14. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീർപ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. ആമേൻ. അതെ, സാത്താന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുന്ന പരിചയമാണ് വിശ്വാസം. ഓ ഗ്ലോറി. സാത്താന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുന്ന പരിചയ നമുക്കെടുക്കാം. യേശു വിശ്വാസം അർപ്പിച്ചിരുന്ന സമയം, അതെ, ആ സമയം അത്രയും പത്രോസിന് ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ മേൽ ജയം ഉണ്ടായിരുന്നു. എന്നാൽ മുങ്ങുവാൻ തുടങ്ങിയപ്പം അല്ലേ കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസിയെ നീ എന്തിന് അതെ അല്പവിശ്വാസിയെ നീ എന്തിന് സംശയം. ഗ്ലോറി, ഓ ഗ്ലോറി, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടോ? ചിലപ്പോൾ കമ്മ്യൂണിക്കുറ്റി തന്നെ എനിക്കതിൻ്റെ ഓർമ്മയുണ്ട്. 2 ആഴ്ചയ്ക്ക് മുമ്പ് സാക്ഷ്യം പറഞ്ഞു, വണ്ടി ഓടിച്ചപ്പോൾ എവിടെങ്ങാണ്ടോ റെയിൽവേ ക്രോസിങ്ങിലോ സംവെയർ വണ്ടി ഇട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം അതില്ലേ, ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. കമ്മ്യൂണിക്കുറ്റി പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ദൈവമക്കളെ, അതെ, സ്തോത്രം. അതെ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മൾ വായിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിവീൻ എന്നറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു നമുക്കറിയാം. അങ്ങനെ പറ അവനെൻ്റെ ഉപനദി. ഹല്ലേലൂയ. ഇനി 6:24 വായിക്കാം. ദാനിയേൽ 6:24. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. അസ്ഥികളെയൊക്കെ തകർത്ത് കളഞ്ഞു. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ ഒക്കെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. നമ്മളാരെയും കുറ്റപ്പെടുത്താനൊന്നും പോകരുത്, ആവശ്യമില്ലാതെ, അല്ലേ? പറഞ്ഞതിൻ്റെ അർത്ഥം വചനവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് ചോദിക്കാം, നിങ്ങൾക്ക് അത് സംശയം ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെറുതെ ഒരാളെ കുറ്റം ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞു, മനസ്സിലാക്കണം. സ്തോത്രം. സിംഹങ്ങൾ അവരെ തകർത്ത് കളഞ്ഞു. നമ്മൾക്കറിയാം, വെളിപ്പാട് 12:10 വായിക്കുന്ന എങ്ങനെ? വെളിപ്പാട് 12:10. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അതെ, അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പൊതിക്കുന്ന അപവാദി. ഹല്ലേലൂയ. അപവാദി, സ്തോത്രം. അതെ, ഇതൊക്കെ പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇനി നമ്മൾ പെന്തിക്കോസ്തുകാരാണെങ്കിൽ തന്നെയും
ഇന്നും ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഈ ചിലർക്കൊക്കെ ഇപ്പോഴും ഈ സംഘടന സ്പിരിറ്റ് കിടക്കുന്നുണ്ട്. സംഘടന വെച്ചാൽ എല്ലാ ദൈവസഭയും നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ സ്പിരിറ്റ് കൊണ്ട് നടക്കരുത്. നമ്മൾ വചനത്തിൽ കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിവിടെ ആരുടെയും പേരൊന്നും പറയാറൊന്നുമില്ല, ഒരു സഭയുടെയും പേര് നമ്മൾ പറയാറില്ല, ഇല്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പം ഏതെങ്കിലും ഒരു സഭയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത് നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മളോട് കൊണ്ടുവരികയല്ലല്ലോ ചെയ്യുന്നത്, അല്ലല്ലോ. ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ നമ്മളോട് പറയുന്നിരിക്കട്ടെ, ഏതെങ്കിലും സഭ ചെയ്ത് കാണുമായിരിക്കും. അത് നമ്മളവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, അല്ല. വചനത്തിൽ കൂടി അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അപഗ്രഥിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. സ്വന്തം ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇന്നലെ രാത്രി എന്നെ വിളിച്ചപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയോടെ പറഞ്ഞത്, അതായത് മാർത്തോമായുടെ അച്ഛൻ നിരണം ഭദ്രാസനത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞ് എന്നോട് ഇന്നലെ രാത്രി ചോദിച്ചു, ഞാൻ അയച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം മെത്രാപ്പോലീത്ത ഈ അച്ഛനെ ഫയർ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാവുന്ന അധികാരമുള്ള മെത്രാപ്പോലീത്ത ഇരിക്കുമ്പോഴാണ് മാർത്തോമാ സഭയിൽ പൊതുവായിട്ട് അദ്ദേഹം പറഞ്ഞത് വിവാഹ വേദികളിൽ നടക്കുന്ന നൃത്തം, ആഘോഷം, ഉല്ലാസം, ഇതൊക്കെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്ത് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഓക്കെ. അവരുടെ സഭയിൽ തന്നെ ഉടനെ അച്ഛനെ അങ്ങ് ഫയർ ചെയ്യാണ് ചെയ്തത്. അച്ഛനെ ഫയർ ചെയ്തു. ഒന്നുമില്ല. നിങ്ങൾ കേട്ടോ വിവാഹ വേദികളിൽ അച്ഛൻ പറഞ്ഞു പെണ്ണിനെ പൊക്കിയെടുക്കുന്നു, പിന്നെ ചുംബനം, അതേ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അച്ഛൻ പ്രസംഗിച്ച് കഴിഞ്ഞു, അമർത്തമായ അച്ഛൻ നമ്മളാരും പ്രസംഗിക്കാറില്ല. ചുംബനം, ശരിയായ വസ്ത്രധാരണം ചെയ്യാതെ കൊണ്ട് മണവാട്ടി വരുന്നതിനെക്കുറിച്ച്. അപ്പം ഇതൊക്കെ പറയുമ്പം അച്ഛനെ കുറ്റം പറയേണ്ട ആവശ്യം സമുദായക്കാർ. അപ്പം പെന്തിക്കോസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പൊതുവിൽ പറയുന്നു, ചിലരത് അവരുടെ സഭയായിട്ട് ഏറ്റെടുക്കും. നമ്മളിവിടെ ഒരു സഭയുടെയും പേര് പറയാനില്ല, മനസ്സിലായോ? അപ്പം ഇവിടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന അപവാദി. അതെ, അതാ ഞാൻ പറഞ്ഞു, ചിലർക്ക് സ്പിരിറ്റ്, ഈ സംഘടന സ്പിരിറ്റ് കിടക്കുന്നു. അപ്പം വാട്ട് വി ക്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്പിരിറ്റ് ഉള്ളവരോട് നമ്മളൊന്നും ഇടപെടാൻ നമുക്കൊന്നും മറുപടിയൊന്നുമില്ല. പക്ഷേ ദൈവം നമ്മളെ അച്ഛനെ ഏൽപ്പിച്ചതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞിരിക്കും ആചരിക്കുക. അതിനാരില്ല നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാലും പറഞ്ഞിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ആചരിക്കുക. അപ്പം ദാനിയേലിനെ കുറ്റം ചുമത്തിയവരൊക്കെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കടന്നു. സിംഹങ്ങൾ അവരെ തകർത്ത് കളഞ്ഞു. നമ്മൾ വായിച്ചു, സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെയും, അല്ലേ? ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിരിക്കാൻ കുറ്റം പറയുന്നു, ചിലപ്പോൾ നമ്മുടെ ഭർത്താവായിരിക്കാൻ കുറ്റം പറയുന്നു. രാവിലെ മുതൽ നിങ്ങളെ കുറ്റം ചുമത്തുന്നുണ്ടായിരിക്കാം. അതെ, നാം പിശാചിൻ്റെ പ്രതിനിധികളാകരുത് കേട്ടോ. പിശാചിൻ്റെ വക്താക്കളായി മാറരുത്. ബി കെയർഫുൾ. പിശാചിൻ്റെ സ്പോക്സ്മാൻ ആയി മാറരുത്. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന പിശാചും മറ്റെല്ലാവരും കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളപ്പെടും, അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചല്ലോ, ചൊവ്വാഴ്ച രാവിലെ എന്തുവായിരുന്നു ധ്യാനിച്ചത്? ഇത് നമ്മളീ കുട്ടിക്ക് ഓർമ്മയുണ്ടോ? അന്നബസോരിക്ക് ഓർമ്മയുണ്ടോ? ഇത് താലന്തുകൾ ഏൽപ്പിച്ചു. 10 താലന്ത്, 5 താലന്ത്, 1 താലന്ത് അല്ലോ ഏൽപ്പിച്ചിട്ട് എന്താ സംഭവിച്ചത്? 1 താലന്തുള്ള കൊണ്ട് കുഴിച്ചിട്ടവനോട് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, അവൻ ചെയ്തത്
അവൻ ചെയ്ത കർത്താവിൻ്റെ അതെ അതെ റൈറ്റ്. അതെ, അവൻ ചെയ്തത് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അതെ ഞാൻ കുളിച്ചിട്ടത് ആ കിട്ടിയ പൈസ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബാങ്കിലെ ലോക്കറിൽ കൊണ്ട് വെച്ചു. ബാങ്കിലെ ലോക്കറിൽ കൊണ്ട് ഞാൻ വെച്ചു, ആരും മോഷ്ടിക്കാതിരിക്കാൻ, ആരും കൊണ്ടുപോകാതിരിക്കാൻ ബാങ്കിലെ ലോക്കറിൽ കൊണ്ട് വെച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? ദുഷ്ടദാസനെ, അല്ലേ, കഠിന മനുഷ്യൻ, നീ കഠിന മനുഷ്യനാണെന്ന് ഓർക്കുന്നോ? നമ്മുടെ ചൈക്ക് അങ്ങനെയായിരുന്നു, കഠിന മനുഷ്യൻ, നീ കഠിന മനുഷ്യനാണോ എന്ന്. കഠിന മനുഷ്യൻ അവനെന്ത് ചെയ്തു? എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? തീപ്പൊയ്ക്ക് തള്ളിയിടാനാണ് പറഞ്ഞത്. കണ്ടോ, വിശ്വാസിയ ഈ ഗന്ധക പൊയ് തീയെ തള്ളിയിടാൻ കൊണ്ടുകൂടാൻ അങ്ങനെ കർത്താവ് പറഞ്ഞു. മനസ്സിലാക്കണം. സ്വന്തം അതല്ല. അപ്പം നാം സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന പിശാച് കുറ്റം തീപ്പുകയെ തള്ളിയിടും. പിശാചിനെ തന്നെയല്ല, ഈ ഒരു താലന്ത് കിട്ടിയവനെ തള്ളിയിട്ടതുപോലെ നമ്മളാരും തള്ളപ്പെട്ടു പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. ഭയപ്പെടേണ്ട. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ പ്രതിനിധികളായി നമുക്ക് മാറാം. ഐ ആം ദ അംബാസഡർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ യേശുവിനാൽ ബന്ധിക്കപ്പെട്ടവരായി, അവൻ്റെ അടിമകളായി. നമ്മൾ ലോകത്തിൻ്റെ ആഭരണം ധരിക്കുന്നതിനേക്കാൾ ഉപരിയാവണ്ണം യേശുവിൻ്റെ അടിമയായിട്ട് കാതയിൽ ഒരു കുത്ത് ചുണ്ടും ചുമപ്പിച്ച് മുടിയും കറുപ്പിച്ച് പുരികവും പഠിച്ച് മുഖത്ത് പെയിൻറ്റും അടിച്ച് പോകുന്നതിനേക്കാൾ യേശുവിൻ്റെ അടിമയായിട്ട് പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ നിന്റെ കാൽ കുത്തി തുളച്ചു. ആ അടിമ പറയാണ്, യജമാനോട് പറയാണ്, യജമാന് അതോ 10 15 കഴിയുമ്പോൾ വിടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അടിമ പറയാം, യജമാന് എനിക്ക് നിന്നോട് നീ ജീവിച്ചാൽ മതി, ഞാൻ പോകുന്നില്ല, നീ എന്നെ വിട്ടാലും ഞാൻ പോകുന്നില്ല, എനിക്ക് നിന്റെ അടിമയായിട്ടിരുന്നാൽ മതി, ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഞാൻ എൻ്റെ അടിമയാണ്, എൻ്റെ കാത് കുത്തി തുളച്ചത് നിനക്ക് എന്നെ അറിയാൻ വേണ്ടി. അങ്ങനെ ആരുണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന? ആരുണ്ട് എൻ്റെ കാത് കുത്തി തുളയ്ക്കെന്ന് പറയാൻ, കുത്തി തുളച്ചോ എന്ന് പറയാൻ താല്പര്യമുള്ള ദൈവമക്കളിൽ നിന്ന് ആരുണ്ട്? ഉണ്ട്. കേട്ടല്ലോ ദൈവമക്കളെ, ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? ദൈവം കേട്ടു. കേട്ടോ? ദൈവം കേട്ടു. മണിക്കുട്ടി, ദൈവം കേട്ടു. എൻ്റെ കാത് കുത്തി തുളച്ചു. ഐ ആം റെഡി, ഐ ആം വില്ലിംഗ്, ഐ ആം സബ്മിറ്റിംഗ് മൈസെൽഫ് ബിഫോർ യു. അതാണ് അവിടെയാണ് സ്വന്തം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത്, നമുക്ക് അവൻ്റെ പ്രതിനിധികളായിട്ട് നമുക്ക് ജീവിക്കാം. ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് സമാധാനം, സ്വതന്ത്രം. അങ്ങനെ പറഞ്ഞ നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം. മാലിന്യം ഏൽക്കാത്തവരായി നാം ജീവിക്കുമ്പം നമ്മുടെ ഭൂതങ്ങളെ, ഈ ഭൂതങ്ങളെല്ലാം കൂടെ നമ്മളെ ആക്രമിക്കാനും വരികയും, എന്നാൽ അതെല്ലാം അന്തിമമായിട്ട് തോൽപ്പിക്കപ്പെടും, നശിപ്പിക്കപ്പെടും. അതെ. അതെ. അപ്പോൾ നമ്മുടെ ഈ അധ്യായം, 6-ാം അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 6-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഏതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വതന്ത്രം. മാലിന്യേൽക്കാത്തവരായിട്ട് നമുക്ക് വിജയശ്രീ ലളിതരായി, ഇപ്പം അല്പം പേർ പറഞ്ഞവർ അതിൽ ക്രിസ്തുവിൻ്റെ അടിമയായിട്ട്, അതൊരു ഒരു പദവിയായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. അതൊരു ആക്ഷേപമായിട്ട് എടുക്കരുത്, അതൊരു പദവിയായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. അറിയാം. നമ്മുടെ ജയിലിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ ഇത്രയും 2007 മുതൽ
19 വർഷം, ഇത് 2026 19 വർഷക്കാലം നിങ്ങൾ പ്രസംഗം കേട്ടു, ഈ ബോസ്റ്റൺ സഭയിൽ കേട്ടു. കേട്ടവരോട് ചോദിക്കുകയാണ്, 7-ാം അധ്യായം എന്താണ്? 7-ാം അധ്യായം എന്തിനെക്കുറിച്ച് പറയുന്നു? എന്താണ് അതിൻ്റെ ഉള്ളടക്കം? യെസ്, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ അറിയാം എന്നാണ് എൻ്റെ ചോദ്യം. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വാട്ട് ഇറ്റ് ഈസ്, എന്തിന്? അമ്മണിക്കുട്ടി ഒരു മിനിറ്റ്, അമ്മണിക്കുട്ടി ലാസ്റ്റ് മറ്റുള്ളവരൊന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും ഉണ്ട്. ഓക്കെ, ആർക്കും പറയാനില്ല? നോ റിപ്ലൈ. ഈ 20,000 പ്രസംഗം കേട്ടിട്ട് ആർക്കും അറിയത്തില്ല? ഓക്കെ, സോ എന്താ സോറി? ഓക്കെ, ഡാനിയേൽ കണ്ട സ്വപ്നത്തെക്കുറിച്ച്. ഓക്കെ, ആളെ ഓക്കെ. അമ്മണിക്കുട്ടി എന്താ പറയാമോ? വരാൻ പോകുന്ന കാര്യങ്ങൾ, അതിലേക്കുള്ള കാര്യങ്ങള്, വീട്ടിലേക്ക് പെർഷ്യയുടെയും ഗ്രീക്കിന്റെയും റോമിന്റെയും ഒക്കെ കാര്യങ്ങൾ ഇതിലേക്ക് വെളിപാട് പുസ്തകത്തിൽ പറയുന്നതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാൻ പോകുന്ന ദർശനങ്ങൾ ദാനിയേൽ കാണാൻ പോകുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയ ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 7-ാം അധ്യായം. നമ്മൾ താങ്ക് യു, രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരവൊക്കെ രണ്ടും ഉത്തരം കറക്റ്റ്, ഉത്തരം ശരിയായ ഉത്തരം തന്നെയാണ്. യെസ്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ വെറുതെ ആമുഖമായി ഒന്നും കൂടി പറയുകയാണ്, ബോസ്റ്റൺ സഭയിൽ കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ദൈവത്തോട് അല്ലെങ്കിൽ ഒരു കണക്ക് കൊടുക്കാനോ, കർത്താവേ ഞാൻ ഇന്ന് ദൈവമക്കളോട് ഇന്ന് ബോസ്റ്റൺ സഭയിൽ അറ്റൻഡ് ചെയ്തു, ഓക്കെ, കണക്ക് കൊടുക്കാൻ മറ്റു കാര്യങ്ങൾ ഇടപെടാതെ വന്ന് അറ്റൻഡ് ചെയ്തു, കേൾക്കുന്നു, ജസ്റ്റ് എ ഗുഡ് തിങ്. ഓക്കെ, നല്ല കാര്യം തന്നെ. പക്ഷെ അതിനേക്കാൾ ഉപരിയാമുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വതന്ത്രം. നമ്മൾ ഈ വചനം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇത് കാര്യമായ രീതിയിൽ ഹൃദയസ്ഥമാണ്. നിങ്ങൾ ഈ ഒരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? പഴയ നിയമത്തിൽ വായിക്കുന്നുള്ളൂ, ചിലർക്ക് ലോകപ്പണികൾ ചെയ്യാനുള്ള കഴിവ്, ചിലർക്ക് കൂടാരപ്പണി ചെയ്യാനുള്ള, അല്ലേ, കഴിവ്. അത് തന്നെ ഉണ്ട്. എന്നാൽ ഇത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് ഓരോ ചെറിയ ചെറിയ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് നമ്മൾ ഇപ്പം ചിലർക്ക് വേദവസ്തം വായിക്കാനായിരിക്കും, ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കും, ചിലർക്ക് പ്രസംഗിക്കാനായിരിക്കും, ഒക്കെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്, ഓരോരോ കഴിവുകളുണ്ട്. പക്ഷെ നമ്മളിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ചായിരിക്കും ഇത് വളരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം അന്നമ്മസോരി അല്ലെ അമ്മണിക്കുട്ടി, നിങ്ങളൊക്കെ അല്ലെങ്കിൽ റോക്കറുണ്ട്, നിങ്ങൾക്കൊക്കെ ഓരോ ദൈവം ഈ ഓരോ കാര്യങ്ങളെ നിങ്ങൾക്ക് ഓരോ ടാലൻസ് തന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ 10 ടാലൻറ്റ്, 5 ടാലൻസ്, 1 ടാലൻറ്റ്. 10 കിട്ടിയവന് 10 ഉണ്ടാക്കി, 5 കിട്ടിയവൻ 5 കൂടെ ഉണ്ടാക്കി, 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. അപ്പം നമ്മൾ കുഴിച്ചിടുന്നവരെ പോലാകരുത്. നമ്മൾ അമ്മണിക്കുട്ടി ഒരു പ്രാസംഗികമായി മാറുന്നത് എങ്ങനെ? ഒരു ചെറിയ ഒരു കഴിവ് അത് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ദൈവസന്നിധിയിൽ ഞാൻ പൗലോസിനെ പോലെ, അല്ലേ, ആ കമ്മിറ്റ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മളത് വളരുന്നത്, അല്ലേ? ആണല്ലോ. അന്നമ്മസ് ഒരു ബുക്ക് എഴുതുന്ന ആളാണ്, ഇപ്പം പോയി എഴുതാറില്ല. അപ്പോൾ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി സഹോദരി അത് ചെയ്തു. ഓക്കെ, നല്ല കാര്യങ്ങൾ സഹോദരി എഴുതിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ സഹോദരിയുടെ ചില കാര്യങ്ങൾ ഓർക്കാറുണ്ട്. ഓർക്കാൻ കാരണം വേറൊന്നുമല്ല,
ചില വിഷയങ്ങളിൽ ബുക്കിൽ എഴുതിയ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ ടി വി ഉമ്മച്ചനോട് പോലും സഹോദരി ഇത് ഒരു വിഷയത്തിൽ പാർഷനോട് പാർഷ ഇന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ശരിയല്ല എന്ന് പറയാൻ ആ സഹോദരി ചങ്കൂറ്റം കാണിച്ചു. ആര്? ഈ അന്നമ്മ സഹോദരി. ബുക്കിൽ എഴുതിയതുകൊണ്ട് ഞാനീ പറയുന്നത്. ഓക്കെ, ബുക്കിലുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാം. എന്താണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ബുക്ക് വായിച്ച് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ആ ഒരു കഴിവ് മറ്റാരും പറയാത്തതും പറയാൻ മടിക്കുന്നതും അങ്ങനെ ടി ജി ഉമ്മച്ചനാര് ഒരു വലിയ ദൈവദാസൻ, പ്രാസംഗികൻ, ആളോടുണ്ടോ എന്ന് വിചാരിക്കും ഞാനൊന്ന് സംസാരിക്കാനാണ്. പക്ഷെ അങ്ങനെയല്ല. അതാണ് വചനം പഠിക്കണം. വചനം പഠിച്ച് സമയാസമയങ്ങളിൽ തെറ്റുകൾ തിരുത്തി കൊടുക്കാനുള്ള കഴിവുകൾ നാം നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പഠനത്തിൽ കൂടിയാണ്. പഠനവും വേണം. ഇപ്പൊ പറഞ്ഞ പോലെ കൈയടിക്കാൻ പറ്റുമെങ്കിൽ കൈയടിക്കണം, പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പാട്ട് പാടണം, പ്രാർത്ഥിക്കാൻ കഴിവുണ്ട് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ദൈവം മുഖമുഖം നോക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ എന്താണ് 10 താലന്ത് 5 താലന്ത്. അപ്പോൾ ഓരോരുത്തർ കഴിവനുസരിച്ച് ദൈവം കൊടുത്തു. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആരുടെ ചുമതലയാണ്? അവരുടെ ചുമതലയാണ്. 10 കിട്ടിയതിന് 10 നേടി, അവരത് ഡെവലപ്പ് ചെയ്തു. 5 കിട്ടിയതിന് 5 ഡെവലപ്പ് ചെയ്തു, 5 കൂടി നേടി ഡെവലപ്പ് ചെയ്തു. മറ്റേ ആൾ കുഴിച്ചിട്ടു. അപ്പം നമ്മൾ പലപ്പോഴും എനിക്ക് കഴിവില്ല, എനിക്കതിനുള്ള സാമർഥ്യമില്ല എന്ന് പറഞ്ഞിരിക്കരുത് ദൈവമക്കളെ. നാം ദാവീദ് തൻ്റെ പെർഫോമൻസ് ശത്രുവിനെ നേരിട്ടത് എങ്ങനെയാണ്? ബാലനായിരുന്നപ്പോൾ തന്നെ താൻ പ്രൂവ് ചെയ്തു. പ്രൂവ് ചെയ്ത് അവിടാണ് ദൈവം തിരഞ്ഞെടുത്തത്. പ്രൂവ് ചെയ്ത്. നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ഇതാ നമ്മൾ പ്രൂവ് ചെയ്യണം. ഹല്ലേലൂയ. ഒന്നാണെങ്കിൽ ഒന്നിൽ കൂടി 10 ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാക്കണം. അപ്പം 100% നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ അനുഭവം പറയാൻ കാര്യം എന്നറിയോ? നമ്മളിവിടെ ഡീപ്പായി ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. 7-ാം അധ്യായത്തിൽ ഇത് ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അന്നമ്മ സോരി പറഞ്ഞതും അമ്മണിക്കുട്ടി പറഞ്ഞതും കറക്റ്റാണ്. ഇത് ദ വിഷൻ, ഡാനിയൽസ് വിഷൻ ഓഫ് ദ 4 ബീസ്റ്റ്, 4 മൃഗങ്ങളുടെ കാര്യമാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ടതായ സ്വപ്നം. ഹല്ലേലൂയ. സ്തോത്രം. സാമ്രാജ്യങ്ങളെക്കുറിച്ച് സ്തോത്രം. 7-ന്റെ 1 വായിക്കും സോദരി. ദാനിയേൽ 7:1. ബാബേൽ രാജാവായ ബെൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ആമേൻ. അപ്പോഴൊരു കാര്യം, ഈ രാജാവ് കണ്ട ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ രാജാവ് കണ്ട വലിയ ബിംബം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഓക്കെ. ഞാൻ സ്ലോയിൽ പോവുക കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. എനിക്ക് മോശം സമയത്ത് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ 4 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർത്തങ്ങ് സ്ഥലം വിടുക എന്നുള്ളതല്ല. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകണം, ഭാവിയിൽ അത് ഏറ്റെടുത്ത് വ്യക്തമാകണം. നിങ്ങളൊരു പ്രാസംഗികയായിട്ടോ വാട്ടവർ അധ്യാപികയായിട്ടോ നിങ്ങൾ വരാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ദാനിയേലിൻ്റെ ദർശനവും ഇതിനു മുമ്പ് നൽകിയിട്ടുള്ളതായി ഇപ്പം 2-ാം അധ്യായത്തിൽ
നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നവും തമ്മിലുള്ള ബന്ധം. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം എന്തോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 2-ാം അധ്യായത്തിൽ അല്ല അമ്മണിക്കുട്ടി ഒരു മറ്റൊരു ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോൾ 2-ാം അധ്യായത്തിൽ അമ്മണിക്കുട്ടീനെ പറഞ്ഞിട്ട്, അമ്മണിക്കുട്ടി എനിക്കറിയാം യു ആർ സ്മാർട്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വണ്ടർഫുൾ, 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 വെരി ഗുഡ്, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ 3 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ഞാൻ പറഞ്ഞതറിയാം, ഈ രാജാവ് കണ്ട അവിടെ ഒരു ബിംബം കാണുന്നുണ്ട്. അപ്പം അമ്മണിക്കുട്ടി പറഞ്ഞു, തങ്കം കൊണ്ടുള്ള തല, പിന്നെ വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും, പിന്നെ താമരം കൊണ്ടുള്ള വയറും അരയും, പിന്നീട് ഇരുമ്പ് കൊണ്ടുള്ള തൊട, പിന്നീട് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാല്. ഇത് എവിടെ പറയുന്നത്? 2-ാം അധ്യായത്തിൽ ആണല്ലോ. ഓക്കെ, ഓക്കെ. എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഇതിനകത്ത് സ്ലോയിൽ പോയത്. ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി സ്ലോയിൽ പോകും. ഈ എടുക്കുന്നവരുണ്ടെങ്കിൽ എഴുതുന്നുണ്ടോ? ആരാ? ബ്രോക്കറിനാണോ? ഓക്കെ. അപ്പോൾ അല്ല, എഴുതുന്നുണ്ടോ പറഞ്ഞ ഞാൻ സ്ലോയിൽ പോകാൻ കുഴപ്പമില്ല. ഐ ക്യാൻ ഗോ സ്ലോലി. റൈറ്റ് എഴുതാൻ സമയം വേണമല്ലോ. ഈ രാജാവ് കണ്ട വലിയ അത് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഐ വിൽ ഗോ സ്ലോലി, ബ്രോക്കറിൻ, നോ പ്രോബ്ലം. രാജാവ് കണ്ട ബിംബം 2-ാം അധ്യായത്തിൽ എന്നെ തങ്കം കൊണ്ടുള്ള തല 2:32 വായിക്കുന്നു. വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും നമ്മളിപ്പോൾ അത് വായിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ 2-ാം അധ്യായം കവർ ചെയ്തതാണ്. 2:32 താമരം കൊണ്ടുള്ള വയറും അരയും അത് അവിടെ ഉണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള തൊട 2:33. ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാല് 2:33. ഇനി നമ്മളിപ്പം 1 മിനിറ്റ് എൻ്റെ മുമ്പിലുണ്ട്. ഈ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഓക്കെ. ഈ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ദാനിയേൽ കണ്ട ഈ 4 മഹാമൃഗങ്ങൾ ഈ 7-ാം അധ്യായത്തിലുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് അമ്മണിക്കുട്ടി ലാസ്റ്റ് പറയുമോ? ബാക്കിയുള്ളവർ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ടെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ. ബ്രോക്കറിൻ്റെ അത്രയും പറഞ്ഞല്ലോ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ദാനിയേൽ കണ്ട ഈ 7-ാം അധ്യായത്തിൽ കണ്ട മഹാമൃഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്? ഓക്കെ, ചോദിച്ചതിനുള്ളൂ. ചോദ്യത്തെ കൂടി നിങ്ങൾക്ക് ഹൃദയത്തിൽ പതിക്കാൻ വേണ്ടിയാണ്. അമ്മണിക്കുട്ടീനെ പറഞ്ഞിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, യെസ്, താങ്ക് യു. അപ്പൊ കണ്ടല്ലോ. അപ്പൊ ഈ 2-ാം അധ്യായത്തിൽ രാജാവ് കണ്ട ബിംബവും ദാനിയേൽ കണ്ട മഹാമൃഗങ്ങളും, അമ്മണിക്കുട്ടി പറഞ്ഞു സിംഹം 7:4 കരടി 7:5 പുള്ളിപ്പുലി 7:6 സമയമായിരുന്നു. അതുകൊണ്ട് 10 കൊമ്പുള്ള ഘോരമൃഗം 7 വായിക്കുന്നുണ്ട്. 10 കൊമ്പുകളുടെ ഇടയിൽ മുളച്ചു വന്ന ചെറിയ കൊമ്പ് 7:8 അപ്പം നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. എന്താ റോക്കലേ? ഓരോ ഭരണകൂടത്തിൻ്റെ റൈറ്റ്. ഓക്കെ, നമുക്കത് ധ്യാനിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. 2 പേർക്കും വിശേഷം അമ്മണിക്കുട്ടി ആൻഡ് അന്നമസ്വരി എല്ലാവർക്കും നന്ദി അറിയിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.